വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പദ്ധതി വിശദീകരിക്കുന്നതിനായി യോഗം ചേർന്നു. മതിലകം ബ്ലോക്ക് ഹാളിൽ നടന്ന യോഗം E.T. ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അബീദ് അലി അധ്യക്ഷത വഹിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. സഹകരണമുള്ള പരിപാടിയായിട്ട് മാറ്റാം. അതാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, ജനകീയാസൂത്രണ പ്രസ്ഥാനം വിജയിച്ചത് അങ്ങനെയാണ്, സാക്ഷരതാ പ്രസ്ഥാനം വിജയിച്ചത് അങ്ങനെയാണ്. ആ വിജയത്തിന്റെ മൂന്നാമത്തേതായിട്ട് ചേർക്കാൻ പറ്റുന്ന പരിപാടിയായിട്ട് നമുക്ക് ഈ ഹരിത കേരള മിഷന്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നടക്കണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ പല ഡിപ്പാർട്ട്മെന്റും നമുക്കുണ്ട്. നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്യുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതനുസരിച്ചുള്ള പരിപാടികൾ അത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് വാർഡിൽ നടത്താൻ പറ്റും. അത് പ്ലാൻ ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒരാൾ പോലും, ചീഫ് സെക്രട്ടറി തുടങ്ങി ഏറ്റവും അടിയിലുള്ള പ്യൂൺ വരെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരാള് പോലും ഈ പ്രവർത്തനത്തിൽ ഘട്ടത്തിൽ മാറി നിൽക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യമാണ്. ഒരാൾ പോലും, ചീഫ് സെക്രട്ടറി ഒന്നാമതാണ് പറയുന്നത്. ഏറ്റവും അവസാനത്തെ സ്വീപ്പർ പോലെ ഏറ്റവും അറ്റത്ത് താഴെ തട്ടുള്ള ആൾ പോലും ഈ പ്രവർത്തനത്തിൽ മാറി നിൽക്കുന്ന വിഷയമില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു പരിപാടിയിൽ നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ സെക്രട്ടറി VR അനൂപ് മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK നസീർ അധ്യക്ഷത വഹിച്ചു. PK ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് PH മഹേഷ്, വിപിൻ ദാസ്, PA മനാഫ്, ഗഫൂർ ഖാൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി. ആ വിധി പറയുന്നത്, സിനിമ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുൻപ് ദേശീയഗാനം ആലപിക്കണം എന്നാണ്. മോദിയേക്കാൾ വലിയ ഭീകരരായി കോടതിയിലെ ജഡ്ജിമാർ മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പറയുന്നതിൽ വിഷമം തോന്നരുത്. എന്തായാലും ശില്പിയിലെ പടം നിർത്തിയത് നന്നായി. കയ്പമംഗലം ഫിഷർമെൻ സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി. ബാങ്ക് പ്രസിഡന്റ് AV വാട്സൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ FDO ലോറൻസ് അജിത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. PS ഗോപിനാഥൻ, KR സരിത, KB ആത്മാനുജൻ എന്നിവരും സംസാരിച്ചു. ഇവിടുത്തെ ഈ ബാങ്കിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭരണസമിതി ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ 30/11/16 വൈകിട്ട് 4 മണിക്ക് ജനറൽ മാനേജറെ ഏൽപ്പിക്കണം. അതും പ്രകാരം ഈ പറയുന്ന കാര്യങ്ങൾ നൽകാമായിരുന്നു. ഇതിൽ പറയുന്നത് കാർഷിക മേഖലയും കൂടി ഉൾപ്പെടുത്തണമെന്നാണ്. അത് ഇതിൻ്റെ ബൈലോ ഭേദഗതി മുഖേന പൊതുയോഗത്തിന് തീരുമാനിക്കാവുന്ന കാര്യമാണ്. ഉദ്യോഗസ്ഥർക്ക് അതിൽ യാതൊരുവിധ കാര്യമില്ലാന്ന് ഞാൻ അറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ഈ പൊതുയോഗത്തിൽ സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചതിൽ എൻ്റെ ബാങ്ക് പ്രസിഡന്റിന്, ഭരണസമിതി അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതിൻ്റെ കയ്പമംഗലം കൂരിക്കുഴി പഞ്ഞമ്പള്ളി നോർത്ത് കിഴക്കേപ്പാട്ട് ശ്രീ ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ നാഗേശ്വര ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് നാഗങ്ങൾക്ക് കലശാട്ടം, അഞ്ചനമണി, നാഗത്തിന് കളമെഴുത്തും പാട്ടും, തെക്കിനിയടുത്ത് സതീശന്റെ വസതിയിൽ നിന്നും താലം വരവ്, താലി ചാർത്തൽ, നാഗരാജാവിന് കളമെഴുത്തും പാട്ടും, നാഗയക്ഷിക്ക് കളമെഴുത്തും പാട്ടും എന്നിവയും ഉണ്ടായിരുന്നു. കുറച്ചു നേരം മോള് വീട്ടില് കിട്ടിയില്ലേ
രണ്ടുപേര് വീണ്ടും പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 784 പോയിന്റ് നേടി മധുരകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടി. ഡിവൈഎഫ്ഐ കൈപ്പമംഗലം മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം കാളമുറിയിൽ നടന്നു. സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.